എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വയം തളർന്നു പോകുന്നവരാണ് നമ്മിൽ പല ആളുകളും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, എന്തുകൊണ്ടാണ് റബ്ബ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, എനിക്ക് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് അള്ളാഹു നൽകിയ എല്ലാ പരീക്ഷണങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എനിക്ക് സന്തോഷം നൽകുന്നതാണ്. എല്ലാം ഭൗതികമാണ്, എല്ലാം എന്നും നിലനിൽക്കുന്നതല്ല. അള്ളാഹു എൻ്റെ ഈമാനിനെ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, അള്ളാഹു തആല എൻ്റെ ആഖിറത്തെ ഇല്ലാതാക്കിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മഹാനവറുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹ് പരീക്ഷിക്കും എന്ന് ഉറപ്പാണ്. അള്ളാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബിയുടെ കാല് എത്രമാത്രം മഹോന്നതമായ കാലാണ്, സ്വർഗത്തിലേക്ക് ആദ്യം വെക്കേണ്ട കാലാണ്. ആ കാലിലേക്കാണ് ശത്രുക്കൾ കല്ലെടുത്തെറിഞ്ഞ് അതിൽ നിന്ന് ചോര പൊടിഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന് നീങ്ങിയത്. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി നിർത്തപ്പെടുകയോ ഇതൊന്നും ഇല്ലാതാക്കപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അത് പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിജയിക്കാൻ കഴിയുമോ എന്നതിന് അള്ളാഹു തആല നൽകുന്ന ഒരു എക്സാമിനേഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയും.